ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാണ്ടോ രാവിലെ തന്നെ റിമോട്ടും പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോ ഭർത്താക്കന്മാർ വീട്ടിൽ അടുക്കളയിൽ വന്ന് ഭാര്യമാരെ സഹായിക്കും. ഇവിടെ ഉണ്ട് ഒരാൾ ഈ സോഫയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെയാണ് വീട്ടിൽ വന്നാൽ ഇവിടെ നിന്ന് ഇണങ്ങില്ല. അപ്പം ഞാനത് എവിടേക്കറിയാം പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ. വാ, നമുക്ക് പണി കൊടുത്തിട്ട് വരാം കേട്ടോ. തേങ്ങ ചിരകാൻ പോവുകയാണേ. എന്താ വെച്ചാൽ അന്നേരം എന്നോട് പറഞ്ഞു ഇന്ന് ഫുള്ള് അടുക്കളയിൽ പണിയെടുത്ത് സഹായിക്കാമെന്ന്. നേരം വെളുത്തപ്പോൾ സ്വഭാവം മാറി ഗൈസ്. ഒരു പണിയും ചെയ്തില്ല എന്നായി. അപ്പം ഞാൻ വെറുതെ വീട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ടത് ഞാൻ ഇരുത്തി കേട്ടോ. ഇതപ്പോൾ പിന്നെ തേങ്ങ ഉടയ്ക്കുന്ന ശബ്ദം കേട്ടോ. എവിടെ നിന്നൊക്കെ ആരൊക്കെ ഓടി വരിക എന്നറിയില്ല. മാളൂട്ടി വന്നു കേട്ടോ വെള്ളം കുടിക്കാൻ. നോക്കുമ്പോൾ അത് വലിയ ടേസ്റ്റ് ഇല്ല. ഞാനും കുടിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ കളയേണ്ടി വന്നേ. പിന്നെ കുഞ്ഞൂസ് വന്നത് വേറെ ഒന്നിനുമല്ല കേട്ടോ. അവന് മാവ് വേണം. ഈ നൂലിപ്പുട്ടിൻ്റെ മാവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ തീശേ കൊടുക്കുകയുള്ളൂ. എന്താ വെച്ചാൽ വയറ് വേദനിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ അവൻ പോയി മിണ്ടാതെ സോഫയിൽ പോയി ഇരുന്നിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ ഇവിടെ പീച്ച് കഴിയും. അതൊരു സമാധാനം ഉള്ളതുകൊണ്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ ഗോതമ്പ് മാവിന് അവൻ വരാറുണ്ട്. ഇതവിടെ ഒരാൾ തേങ്ങ ചിരകി കഴിഞ്ഞതിൻ്റെ അമർഷമാണ് കേട്ടോ കാണിക്കുന്നത്. അതൊന്നും കാര്യമില്ല, നമ്മുടെ കാര്യം നടന്നു കിട്ടിയാൽ പോരെ. അത് കഴിഞ്ഞ് നൂൽപുട്ടൊക്കെ വേഗം പീച്ച് വെച്ചു കേട്ടോ. ലാസ്റ്റത്തെ തട്ട് വന്ന് ഞാൻ മുഴുവനായിട്ട് അതിൽ പീച്ച്. പക്ഷേ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. അതൊന്നും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ചട്നി അരയ്ക്കുമ്പോഴില്ലേ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തിരിയിട്ടിട്ട് അരച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചട്നി തിളപ്പിക്കുമോ? തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തിളപ്പിച്ചാൽ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് മാറുമേ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, അവർ തിളപ്പിക്കാറുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പറയാൻ കാരണം. പിന്നെ എണ്ണയിൽ കടുകൊക്കെ ഇട്ട്, കറിവേപ്പിലൊന്നും ഇല്ല കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മണം ഉണ്ടാവും. അതില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല. നമ്മുടെ ചട്നിയൊക്കെ അത് കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂസിന് കഴിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. അവന് ചട്നി ഇഷ്ടമല്ല, അതുകൊണ്ട് പാൽ ഒഴിച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ ഞങ്ങളെല്ലാവരും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു സേവനവാരമായിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. എല്ലാവരുടെ തലയിൽ സൂപ്പറായി എണ്ണയൊക്കെ തേച്ച് ഷാമ്പു ഇട്ട് കഴുകാൻ വിചാരിച്ചേ. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന്. പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് ഒരു കൂടെ എണ്ണ വെച്ച് തേച്ചു ഗൈസ്. എനിക്കാണെങ്കിൽ എണ്ണ മുഖത്ത് തൊടുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ എന്ത് ചെയ്യുക, തേച്ച് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സഹിച്ചിരിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെയില്ലേ ആൾ തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്തല്ലേ മുടി പകുതി മുക്കാലും കൊഴിഞ്ഞു പോകട്ടോ. അതായിരിക്കും അവസ്ഥ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.